ഹായ് ഗൈസ്, ഞാനിപ്പോൾ വയനാടുള്ള ഹാർമണി ഫാം സ്റ്റേയിലാണ്. ഞങ്ങൾ ഇന്നലെ ചുരമൊക്കെ കയറി യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരുപാട് വൈകിയെങ്കിലും ക്ഷീണിതരായിരുന്നെങ്കിലും ഇവിടെ വന്ന് കയറിയപ്പം വളരെയധികം സന്തോഷം തോന്നി. രാത്രിയിൽ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വന്ന് കയറുമ്പോൾ ഉള്ള ആ ഒരു ഫീലിംഗ്, ഇറ്റ്സ് റിയലി സോ അമേസിങ്. അപ്പോൾ നമുക്ക് ഈ തേയിലത്തോട്ടം ഒന്നും കാണാൻ പറ്റിയില്ല. രാവിലെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രാവിലെ എണീക്കുമ്പോൾ ഉള്ള ഇവിടെ നിന്നുള്ള വ്യൂ, അതൊരു ഭയങ്കര രസകരമായ വ്യൂ ആണ്. ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇവിടെ 2 കോട്ടേജസ് ഇവിടെ നമുക്ക് കാണാം ഓൺ പില്ലേഴ്സ്. പിന്നെ അപ്പുറത്ത് വേറെ 2 ഡീലക്സ് വില്ലാസ് ഉണ്ട്. അത് ജസ്റ്റ് ഞങ്ങൾ ഇത്തിരി നേരം ഒരു മാത്ര കണ്ടിട്ട് ഞങ്ങൾ ഒരു യാത്ര പുറപ്പെട്ടു വീണ്ടും രാവിലെ തന്നെ. ഇതിൻ്റെ ഈ ഫാം സ്റ്റേയുടെ ഉടമസ്ഥ മോളി ചേച്ചി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ഒരു ബെസ്റ്റ് എന്നല്ല, ഷീസ് മൈ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ മോളി ചേച്ചി പറഞ്ഞു ഇവിടുന്ന് കുറച്ചൊരു 60 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഗുണ്ടൽപെട്ടിലെത്തും. അപ്പോൾ വി ചോസ് ടു ട്രാവൽ. രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പുറപ്പെട്ടു. മോളി ചേച്ചി ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഫോറസ്റ്റിൽ കൂടെയുള്ള യാത്രയാണ്, ബന്ദിപ്പൂർ ഫോറസ്റ്റ്. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നെൽപ്പാടങ്ങളുടെ ആ വെളുപ്പിനെയുള്ള മഞ്ഞത്തുള്ള നെൽപ്പാടങ്ങളും നെൽവയലുകളും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലോട്ട് അങ്ങോട്ട് നമുക്ക് യു ഗെറ്റ് എ കൈൻഡ് ഓഫ് ഹെവൻലി ഫീലിംഗ്. ആ പാടത്തിൻ്റെയൊക്കെ നടുവിൽ കൂടെ നമ്മൾ റോഡിൽ കൂടെ പോയി ഫോറസ്റ്റിലേക്ക് കയറി, പിന്നെ ഫോറസ്റ്റിൽ കൂടെയാണ് യാത്ര. ഞങ്ങളൊരു 5:30 ആയപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടു. കാരണം അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റും കർണാടക ചെക്ക് പോസ്റ്റും ഉണ്ട്. അവിടെ ഗേറ്റ്സ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ 6 മണിയായിട്ടേ ഉള്ളൂ. ഒരുപാട് വാഹനങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ വളരെ പതുക്കെ വേണം യാത്ര ചെയ്യാനായിട്ട്. മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോയിൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്. ബൈക്കിലും 2 പേര് ബൈക്കിലും ബാക്കിയുള്ളവർ കാറിലുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ അങ്ങ് യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് മൃഗങ്ങളെ കണ്ടു. മാൻകൂട്ടം ക്രോസ് ചെയ്യുന്നത്, ഒരാനേനെ കണ്ടു, ഒരുപാട് മാൻകൂട്ടങ്ങളെ കണ്ടു. നമ്മൾ ഫോറസ്റ്റിൽ കൂടെ യാത്ര ചെയ്ത് നമ്മൾ ഗുണ്ടൽപെട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല ഈ ഒരു വ്യൂവിൽ നിന്ന് ഭയങ്കര വ്യത്യാസമുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിയത്. പൂപ്പാടങ്ങൾ, ജമന്തി പൂപ്പാടങ്ങൾ, മഞ്ഞ, ഓറഞ്ച് പൂപ്പാടങ്ങൾ, പിന്നെ സൂര്യകാന്തി പാടങ്ങൾ. ആദ്യമേ നമ്മളിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞത് കൊണ്ട് നമ്മൾ വിചാരിച്ചത് പൂപ്പാടങ്ങളൊക്കെ അധികം ഉണ്ടാവില്ല എന്നാണ്. ഓണം സീസൺ ആണല്ലോ, പൂക്കളുടെ കാലം. പക്ഷെ അങ്ങനെയല്ല. ദാറ്റ് ഈസ് ജസ്റ്റ് വൺ ഓഫ് ദെയർ മാർക്കറ്റ്സ്. ഇവിടെ എപ്പോഴും പൂക്കളുണ്ട്. ഇവിടെ വേറെ പല കാര്യങ്ങൾക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റ് ഫാക്ടറീസും പിന്നെ മറ്റ് അനവധി കാര്യങ്ങൾക്ക് പൂക്കൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അധികം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് വന്നത് കൊണ്ടായിരിക്കും ഒത്തിരി സന്തോഷം തോന്നി. പൂപ്പാടങ്ങൾ ഒരുപാട് കണ്ടു. പിന്നെ കൃഷിയിടങ്ങൾ, തോട്ടങ്ങൾ, വാഴത്തോട്ടങ്ങൾ, പിന്നെ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും അവിടുത്തെ ആ ഒരു ഭംഗി, ഇങ്ങനെ മലകളൊക്കെ ഇങ്ങനെ ടെറസ് ഗാർഡനിങ് പോലെ ഇങ്ങനെ തട്ടായിട്ട് അങ്ങ് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുക. ഭയങ്കര ഭംഗിയായിരുന്നു ആ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. നമ്മളിങ്ങനെ അതിലുള്ള ഡ്രൈവ് ഒരുപാട് എൻജോയ് ചെയ്തു. പൂപ്പാടങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ കയറി നടന്ന് അതും എക്സ്പീരിയൻസ് ചെയ്തു. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. മോൾ ചേച്ചിയുടെ സ്വദേശം എറണാകുളം അല്ലേ? അതെ. അവിടുന്ന് എങ്ങനെ ഇത്ര ദൂരെ വന്നു? ഈ സ്ഥലം നേരത്തെ ഉണ്ടായിരുന്നതാണോ അതോ മോൾ ചേച്ചിയായിട്ട് മേടിച്ചാണോ? ഞാൻ വാങ്ങിച്ചതാണ്. ചെറുതിലേ തുടങ്ങി എനിക്ക് പ്രകൃതിയും മരങ്ങളും ചെടികളും പിന്നെ നമ്മളുടെ മുറ്റത്ത് തന്നെ വളരുന്ന ഫ്രൂട്ട്സ്, അതൊക്കെ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹങ്ങളായിരുന്നു. അപ്പം എറണാകുളത്ത് പഠിത്തവും ജോലിയൊക്കെ ആയിട്ട് അവിടെ തന്നെയായിരുന്നു താമസം. കുറച്ച് നാൾ പുറത്ത് എവിടെയായിരുന്നു തോന്നുന്നല്ലേ? ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു 15 വർഷം മുൻപ് ഇവിടെ വന്നിട്ട് ഈ ഫാം വാങ്ങിച്ചതാണ്. വയനാട് നിന്ന് തന്നെ വിചാരിച്ചു വന്നാണോ അതോ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ച് ഇവിടെ എത്തിയതാണോ? കുറച്ച് സ്ഥലങ്ങൾ നോക്കി. അതായത് മൂന്നാറൊക്കെ എനിക്ക് എറണാകുളത്ത് നിന്ന് അടുത്തായതുകൊണ്ട് മൂന്നാറും കൂടി നോക്കിയായിരുന്നു. പക്ഷെ ഇവിടെയാണ് കുറച്ചുകൂടി എനിക്ക് സേഫായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് തന്നെ വാങ്ങിച്ചു. മൂന്നാറിനേലും കുറച്ചും കൂടെ ഭയങ്കര ഡിഫറെൻ്റാ വയനാട് ശരിക്കും. കമ്പയർ. ഇറ്റ്സ് റിയലി നൈസ്. മോൾ ചേച്ചി, ഈ സ്ഥലം ഇത് എത്ര ഏരിയ ഉണ്ട്? എത്ര ഏക്കറാണ് ഇത്? 4 ഏക്കറാണ്.
ഓക്കെ. ഇത് മേടിക്കുമ്പോഴേ ഒരു തേയിലത്തോട്ടമാണോ അതോ? അതെ, ഞങ്ങൾ വാങ്ങുമ്പോൾ തേയിലത്തോട്ടം തന്നെയായിരുന്നു. പിന്നെ കുറച്ച് നാൾ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഇപ്പോൾ മെയിനായിട്ട് അവക്കാഡോ ആണ് സീസൺ, കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ എനിക്ക് കൃഷിയായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല പണ്ട്. ഇത് വാങ്ങിച്ചതിന് ശേഷം പതുക്കെ പതുക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 10 വർഷമായിട്ട് ഞങ്ങൾ ഓർഗാനിക്കിലേക്ക് ആയി, സർട്ടിഫിക്കേഷനൊക്കെ ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്? ഇവിടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ 2 കോട്ടേജസ് ആണ്. താഴെ ഒരു പരുക്കും പ്രകൃതിക്ക് ഏൽപ്പിക്കാതെ ഈ റാമ്പ് എന്നുള്ള ഐഡിയ ഒക്കെ എങ്ങനെയാണ് മോൾ ചേച്ചിയുടെ മനസ്സിൽ വന്നത്? എവിടെയെങ്കിലും കണ്ടതാണോ അതോ? ഇല്ല, ഇങ്ങനെ ഞാനൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചെറുതിലെ തുടങ്ങി എനിക്ക് മരങ്ങൾ മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മരം പോലും കട്ട് ചെയ്യാതെയാണ് ഇതുപോലെ 2 കോട്ടേജ് ചെയ്തത്. പിന്നെ താഴെ കൂടി വഴി വെട്ടണമെങ്കിൽ അതിനും കുറച്ച് തേയിലയും മരങ്ങളും കളയേണ്ടി വരുമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത്, ഈ റാമ്പ് കൊടുത്തത്. ഇവിടെ ഈ 2 കോട്ടേജസ് ആണല്ലേ? അതെ അതെ, ഈ 2 കോട്ടേജസിൽ നമ്മൾ ഇവിടെ ഫാമിലിയാണ് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യണത്. അവർക്ക് വന്നു കഴിഞ്ഞാൽ റിലാക്സ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇതാണ് നമ്മളുടെ കോട്ടേജ്. ഇത് എക്സ്ട്രാ ലാർജ് കിങ് സൈസ് ബെഡാണ്. ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 കുട്ടികളെന്നുള്ളത്. TV ഒക്കെ ഉണ്ടല്ലേ? TV ഉണ്ട്, ചൂടുവെള്ളമൊക്കെ ഉണ്ടോ? ചൂടുവെള്ളമുണ്ട്, വൈഫൈ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ആൾക്കാർ വന്ന് കൂടുതൽ ദിവസങ്ങൾ താമസിക്കാറുണ്ട്. ഇതിന്റെ അകത്തൊരു ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ടല്ലേ? അതെ. അവിടെയും ഒരു വിൻഡോ ഉണ്ട്, നല്ല വ്യൂ അങ്ങോട്ട്. എന്ത് ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട്. ദൂരോട്ടുള്ള വ്യൂ ഒന്നുമില്ല, വേറെ ഒരു ബിൽഡിങ്ങും ഇല്ല ഈ ഒരു വ്യൂവിൽ. ഈ കല്ല് സ്റ്റോൺ പേവിങ്സ് നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ ഇന്നലെ വൈകിട്ട് ഇതിലെ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നു. നല്ല രസമുണ്ട്. ഇങ്ങോട്ട് പക്ഷേ ലഗേജും കാറ് വരില്ല അല്ലേ ആ കോട്ടേജിലേക്ക്? ഇല്ല, കാറ് വരില്ല. അതായത് പാർക്കിംഗ് എല്ലാം നമ്മൾ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കാറ് വരുത്തണമായിരുന്നെങ്കിൽ കുറേ മരങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്യേണ്ടി വരുമായിരുന്നു. ശരിയാ. അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിലും ഇത് തന്നെ ഭംഗി. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഈ സ്റ്റെപ്സ്, ഇത് ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഫാം ഹൗസ് ആണ്. ഈ ഗ്രീനും ഈ ബ്രിക്ക് കളറും കൂടെ നല്ല ഭയങ്കര ഒരു കോൺട്രാസ്റ്റ് ആൻഡ് മാച്ചിങ് നാച്ചുറൽ ലുക്ക്. സാധാരണയുള്ള പെയിന്റും ഇതൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഭംഗിയുണ്ട്. ഈ കോട്ടേജസ് എങ്ങനെയാ? അത് 2 എണ്ണം അല്ലേ? ഇതാണ് ഞാൻ ആദ്യം കൺസ്ട്രക്ട് ചെയ്തത്. 2 ഡീലക്സ് റൂംസ് ആണ്, കണക്റ്റിംഗ് റൂമാണ്. അപ്പോൾ വലിയ ഫാമിലി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റും, ആ രീതിയിലാണ്. പിന്നെ ഇത് ഈ ഒരു കോർണർ മരങ്ങളും ചെടികളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കായിരുന്നു. ഇതൊരു വ്യൂ, ഇവിടെ നിന്ന് ഈ ഫുൾ ഫാമിന്റെ വ്യൂ കിട്ടും. ശരിയാ, ഈ ഒരു സ്ലോപ്പ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ കിട്ടും. അപ്പം മഴയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റിയ ബാൽക്കണിയിൽ ഇരുന്നാൽ മതി അല്ലേ? അതെ. ഈ തേയിലത്തോട്ടത്തിൽ കൂടെയുള്ള ഈ ഒരു മോർണിംഗ് വാക്ക് വളരെ നല്ലൊരു വൈബാണ്. ഈ കോട്ടേജസ് ആണല്ലേ ഡീലക്സ് കോട്ടേജസ്? അതെ അതെ, ഗ്ലാസ് ഹൗസ് പോലെ ഉണ്ടല്ലോ. അതെ, അത് ഈ ഒരു മരം അതിന്റെ ആ ബാൽക്കണിക്ക് അകത്തൂടെ അല്ലേ? അതെ, ഇത് ഇവിടെ ഈ ഒരു കോർണർ മരങ്ങളും ചെടികളും ഒന്നും ഇല്ലാതെ ഒഴിഞ്ഞു കിടക്കായിരുന്നു. അപ്പോൾ മരങ്ങൾ കളയാതെ തന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു മരം മാത്രം ഇതിനുള്ളിൽ വന്നു. അപ്പോൾ അതിനെ മുറിക്കാതെ അതിനുള്ളിൽ കൂടി ആക്കിയതാണ്. ഈ റൂമിനെ കുറിച്ച് 2 റൂംസ് അല്ലേ? അതെ അതെ. ഇത് സിംഗിൾ ആയിട്ടാണോ? അല്ല, അത് കണക്റ്റഡ് റൂമാണ്. അപ്പോൾ വലിയ ഫാമിലി ആയിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. സെപ്പറേറ്റ് ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് 2 ഫാമിലിക്കും താമസിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഇതിനുള്ളിൽ നമ്മളൊരു ചെറിയൊരു കിച്ചൺ സ്പേസ് കൊടുത്തിട്ടുണ്ട്.
അപ്പം 1 വീക്കൊക്കെ വന്ന് താമസിക്കുന്നവർക്ക് കുക്ക് ചെയ്ത് താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. കുക്ക് ചെയ്യുന്നില്ലാത്തവർക്ക് നമുക്ക് നമ്മൾ ഫുഡ് കൊടുക്കും, അവരുടെ ചോയ്സ് ആണ്. അതെ അതെ. രാവിലെ ഒരു കോഫിയൊക്കെ കുടിക്കണം, അവിടെ വരെ വരാതെ അതെ അതെ ഇവിടുന്ന് കുടിക്കാം. ലൈറ്റ് ആയിട്ടുള്ള കുക്ക് ചെയ്ത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിലും ബേബി ഫുഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിലും അതിനൊക്കെ ആയിട്ട് ചെറിയൊരു കിച്ചണും കൂടി. ഓക്കെ, നൈസ്. മോൾ ചേച്ചി, ഇവിടെ ഈ തേയില മാത്രമേ ഉള്ളോ അതോ കുറച്ച് കുരുമുളക് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് അവിടെ 1-2 എണ്ണം കാണാം. അതെ, കുരുമുളകുണ്ട്. തേയിലയാണ് മെയിനായിട്ട് നമ്മളുടെ ക്രോപ്പ്. പിന്നെ എല്ലാ സ്പൈസസും, ഓൾമോസ്റ്റ് എല്ലാ സ്പൈസസും ഉണ്ട്. പിന്നെ ഒരു 10 വർഷമായിട്ട് നമ്മളുടെ ഇത് ഫാം ഓർഗാനിക് ഫാമായിട്ട് ആണ് നമ്മൾ നോക്കുന്നത്. സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. പിന്നെ നമ്മളുടെ ചായ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓർഗാനിക് ഗ്രീൻ ടീ, ബ്ലാക്ക് ടീ യൂറോപ്പ്, UK, US അങ്ങോട്ടെല്ലാം എക്സ്പോർട്ട് ചെയ്യണം കൂടിയുണ്ട്. ആണോ? ദാറ്റ്സ് ഗ്രേറ്റ്. ഇത് സിംഗിൾ ഫാം. നമുക്കിവിടെ ഗസ്റ്റിന് വരുമ്പോൾ കിട്ടുമോ? നമുക്ക് വേണമെങ്കിൽ അതെ, ഗസ്റ്റിന് കൊടുക്കുന്നതും ഈ ഓർഗാനിക് സാധനങ്ങൾ തന്നെ ആയിരിക്കും അല്ലേ? അതെ, കഴിയുന്നതും ഈ ഫാമിൽ നിന്നുള്ള സ്പൈസസും തേയില, കാപ്പി, കുരുമുളക് ഇതെല്ലാം. കാപ്പിയൊക്കെ ഉണ്ടോ? കാപ്പിയുണ്ട്. കഴിയുന്നത് ഇതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. ആരാ ഇവിടെ കുക്ക് ചെയ്യുന്നത്? മോൾ ചേച്ചി തന്നെയാണോ? ഞാൻ തന്നെയാണ്. ഇവിടെ വരുന്ന ഗസ്റ്റ് എല്ലാം നമ്മളുടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുക്കൾ വരണത് പോലെ തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കഴിയുന്നത് ഒരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ വയനാട്ടിൽ ഏകദേശം ഒരു 10-40ഓളം ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട്. അത് ഇവിടെ നിന്നൊരു 10 to 25 കിലോമീറ്റേഴ്സിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കോഴിക്കോടേക്ക്, പിന്നെ കണ്ണൂർ, മൈസൂർ, ബാംഗ്ലൂർ അങ്ങോട്ടെല്ലാം ഒരു സെൻറ്റർ പോയിൻ്റ് പോലെയാണ് ഇവിടെ നിന്ന്. തമിഴ്നാടും കർണാടക എല്ലാം നമ്മളുടെ ബോർഡറായിട്ട് വരും. പിന്നെ സുൽത്താൻ ബത്തേരി സിറ്റിയിലേക്ക് ഇവിടെ നിന്ന് 10 കിലോമീറ്ററാണ്. ഓക്കെ. ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാം. ഷോപ്പിംഗ് എല്ലാം നല്ല ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എൻ്റെ 2 ദിവസത്തെ ഹാർമണി ഫാം സ്റ്റേയിലുള്ള താമസം ഇറ്റ്സ് കമ്മിങ് ടു ആൻ എൻഡ്. എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു. അങ്ങ് പോകാൻ തോന്നുന്നില്ല. യു ഫീൽ ലൈക്ക് സ്റ്റേയിങ് ഹിയർ. എന്നാലും പോയല്ലേ പറ്റുള്ളൂ. സോ നമ്മൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഇങ്ങോട്ടുള്ള ചെറിയ കല്ലുപാകിയ വഴിയിലൂടെയുള്ള ഒരു എൻട്രി മുതൽ ഇതിലെയുള്ള നടത്തം, ഇവിടുന്ന് പിന്നെ നമ്മൾ നടത്തിയ യാത്രകൾ, മോൾ ചേച്ചിയായിട്ടുള്ള കോൺവെർസേഷൻസ് എല്ലാം, എവ്രി സിംഗിൾ തിങ് എല്ലാം ഭയങ്കര നന്നായിരുന്നു. അപ്പോൾ ഇറ്റ്സ് റിയലി സോ നൈസ്. ഒരുപാട് വർഷമായിട്ട് മോൾ ചേച്ചിയെ പരിചയമുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്കും ഇവിടേക്കൊന്ന് വരാൻ സാധിച്ചത്. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. നിങ്ങൾ വയനാട് നിങ്ങളുടെ മനസ്സിൽ ഒരു ട്രിപ്പിന് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ പ്ലീസ് ഡു സെർച്ച് ഫോർ ദ ഡീറ്റെയിൽസ് ഓഫ് ഹാർമണി ഫാം സ്റ്റേ. ഞാൻ ഇതിൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. വളരെ ഹോംലി ആയിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, നമ്മുടെ സ്വന്തം, എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഒരു ഫാം ഹൗസ് പോലെ തോന്നുന്നു. ഇറ്റ്സ് സോ ഹോംലി, ഇറ്റ്സ് സോ വെൽക്കമിങ്. ആൻഡ് മോൾ ചേച്ചി ഈസ് ഇൻഡീഡ് വളരെ നല്ലൊരു ഹോസ്റ്റാണ്. എനിക്ക് എറണാകുളത്ത് നിന്ന് പരിചയം ഉണ്ടായിരുന്ന ഫ്രണ്ടിനെ പോലെയല്ല, ഇവിടെ വരുമ്പോൾ ഒരു വെരി അമേസിങ് ഹോസ്റ്റ്. നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും, ഒരു സ്വന്തം ഒരാൾ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ്. ഷീ ട്രീറ്റ്സ് എവറിബഡി ലൈക്ക് ദാറ്റ്. സോ ബൈ, സീ യു. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.